പഴയ മൂവീസിന്റെ ഒരു റീസ്കാപ്പ് തന്നെയായിരുന്നു. മൊത്തത്തിൽ തിയേറ്ററിൽ കയറി കഴിഞ്ഞാൽ ചിരിച്ചു പറഞ്ഞ് ഇറങ്ങി വരാൻ ദിലീപേട്ട അഴിഞ്ഞാട്ടാണെന്നാണ് പറയണേ. ദിലീപേട്ട അഴിഞ്ഞാട്ടാണ് പടം എന്ന് പറയുന്നത്. ദിലീപേട്ടന്റെ അഴിഞ്ഞാട്ടം ലാലേട്ടം വന്നു കഴിഞ്ഞപ്പോൾ ലാലേട്ടനും ദിലീപേട്ടനും കൂടിയുള്ള അഴിഞ്ഞാട്ടം രണ്ടുപേരും കൂടി അടിപൊളിയാക്കിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. പൊളി എന്ന് പറഞ്ഞാൽ വൻ പൊളി പടം. അത് പഴയ റീസ്കാപ്പിലേക്കൊക്കെ പോകുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അടിപൊളിക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ അടിപൊളിക്ക് പോകുമ്പോൾ അവരുടെ ഓരോ സീക്വൻസും പിന്നെ ആ വണ്ടികളൊക്കെ കാണിക്കുന്നതും എല്ലാം കൊണ്ടും പിന്നെ സ്റ്റണ്ട് സീനൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനും വൻ പൊളിയാണ്. മൊത്തത്തിൽ തിയേറ്ററിൽ കയറി കഴിഞ്ഞാൽ ചിരിച്ചു പറഞ്ഞിറങ്ങി വരാൻ പറ്റിയ സംഭവം ഉണ്ട്. ചിരിച്ചും സ്റ്റണ്ട് സീനൊക്കെ വേറെ ലെവലാക്കിയിട്ടുണ്ട്. ചിരി മാത്രമല്ല, ആ സെന്റി സീൻസും എല്ലാ സീൻസും കൊണ്ടും എല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട്. ഒന്നും പറയാനില്ല. അപ്പൊ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യാം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ദിലീപേട്ടൻ കമ്പാക്ക് എന്ന് പറയാൻ പറ്റും. കാരണം പടം ആ രീതിയിലാണ് ചെയ്തത്. സിനിമ തുടക്കം അവസാനം നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് 100% എൻജോയ് ചെയ്യണമെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തോ 3 മണിക്കൂർ എല്ലാം മറന്ന്, നിങ്ങളുടെ ഡിപ്രഷൻ മറന്ന്, നിങ്ങളുടെ എല്ലാം മറന്ന് സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ രീതിയിൽ എൻജോയ് ചെയ്യാൻ പാകത്തിന് കമ്പാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം പെർഫോമൻസ് വയസ്സിലാണെങ്കിലും എല്ലാവരും, കാരണം പല ക്യാരക്ടേഴ്സ് സലീംകുമാർ എല്ലാവരും കൊണ്ടുവന്ന്, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എല്ലാവരും കൂടെ അയിഞ്ഞാട്ടമാണ്. ഇതിൽ കൂടുതൽ അയിഞ്ഞാടം വേറെ സിനിമയിൽ ഇതിൽ കൂടുതൽ ചെയ്യാൻ പറ്റില്ല. ആ രീതിയിൽ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് പടം. സൂപ്പർ അടിപൊളി പടമാണ്. രണ്ടുപേരും ഒപ്പം അടിപൊളിയാണ്. മൊത്തത്തിൽ ആ പഴയ റീസ്കാപ്പ് മൊമെന്റ്സിലേക്കൊക്കെ പോയപ്പോ അങ്ങനെ ഉണ്ടായത്. പഴയ മൂവിലത്തെ സീനുകളൊക്കെ വരില്ലേ? ഇതൊരു വെറൈറ്റി സൂപ്പർ അടിപൊളിയായിട്ട് ലാലേട്ടന്റെ ഹിറ്റ് പടങ്ങളുള്ള എല്ലാ ആക്ഷൻസും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതിൽ ഭയങ്കര ഹൈപ്പാണ്. അദ്ദേഹത്തിന്റെ കൈകളുടെ ചലനങ്ങള്, കാലുകളുടെ ചലനങ്ങള്, തുണി പറിച്ചടി, അങ്ങനെയുള്ള കലാപരിപാടികളുണ്ട്. ഒരു തെലുങ്ക് പടം കണ്ട, ഒരു കളർഫുൾ തെലുങ്ക് പടം കണ്ട ഫീലിംഗ് ആണ്. ഒരു ഇന്റർവെല്ലൊക്കെ ചെറിയ ലാഗിങ് തോന്നിയെങ്കിൽ ഇന്റർവെല്ലിന് ശേഷം ഒരു ബോംബ് പൊട്ടി വരേപ്പി. പിന്നെ ഒരു പ്രത്യേക ഒരു എന്റർടൈൻമെന്റ് പടം. സംഭവം നമ്മൾ പ്രതീക്ഷ വരുന്നില്ല. ഒരു ഭയങ്കര സംഭവമായി ഒരു പടം. ലാലേട്ടൻ വരുന്ന സംഭവം തന്നെ ഒരു ഭയങ്കര സംഭവമാണ്. അദ്ദേഹത്തിന് ഡയലോഗ് ഉണ്ട്, ഗില്ലി ബാല ഹരഹര എന്നിട്ട് പറയണ സംഭവം. പുള്ളിക്കാരനത് ഭയങ്കര മാസ് പറയാം. പിന്നെ ഭയങ്കര ഡാൻസ് ഉണ്ട് കേട്ടോ. ആ ഡാൻസ് കാണേണ്ട ഡാൻസ് തന്നെയാണ്. രണ്ടുപേരും ചേർന്ന് ഒരേപോലെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഡാൻസൊക്കെ എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു. നല്ല എന്റർടൈൻമെന്റ് പടമാണ്. ഓക്കെ.